എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഒരു ദൈവ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന അച്ചടക്കത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലെ അച്ചടക്കം, ദൈവത്തെ അനുസരിക്കുന്നതിലുള്ള അച്ചടക്കം, അതുപോലെ ദൈവവചനം പഠിക്കുന്നതിലെ അച്ചടക്കം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇന്ന് തുടർന്ന് നമുക്ക് മറ്റ് ചില വിഷയങ്ങളിൽ ആവശ്യമായിരിക്കുന്ന അച്ചടക്കത്തെ കുറിച്ചുകൂടെ നമുക്ക് പറയാം. പ്രാർത്ഥനയിലുള്ള അച്ചടക്കമാണ് അതിപ്രധാനമായ മറ്റൊരു വിഷയം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമുണ്ടോ എന്ന് നമ്മൾ പാടാറുണ്ട്. പ്രാർത്ഥനയാൽ അസാധ്യമായിട്ടൊന്നുമില്ല, മലകളെ നീക്കുവാൻ കഴിയുന്നതാണ് വിശ്വാസവും പ്രാർത്ഥനയും എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. കർത്താവ് സാക്ഷാൽ ദൈവമായിരുന്നിട്ട് കൂടെ താൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രാർത്ഥന കൊണ്ടാണ് താൻ ഈ ഭൂമിയിൽ ജീവിച്ചതും വിജയിച്ചതും. പിതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു, രാത്രി കാലങ്ങളിലൊക്കെ മുഴുവൻ സമയവും പ്രാർത്ഥിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൈവമായ കർത്താവിന് എന്തിനാ പ്രാർത്ഥിക്കുന്നു? അവൻ വിശുദ്ധനാണ്, അപ്പൊ വിശുദ്ധിയെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിശുദ്ധനാക്കണമേ, സർവജ്ഞാനിയാണ്, അതുകൊണ്ട് എന്നെ എനിക്ക് അറിവ് തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സർവശക്തനാണ്, അതുകൊണ്ട് എനിക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കർത്താവ് എന്തിനാ പ്രാർത്ഥിച്ചത്? അപ്പം കർത്താവിനെ പോലെയുള്ള ഒരാൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പ്രാർത്ഥന എത്രയധികം ആവശ്യമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥന കൊണ്ട് നേടിയത് നമുക്ക് നേടാനായിട്ട് പ്രയാസമാണ്. കാരണം കർത്താവ് പാപരഹിതനും വിശുദ്ധനും നീതിമാനും ഒക്കെ ആയിരുന്നു. താൻ ദൈവത്തോട് സംവാദിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് പോലെ പാപികളും ദോഷികളുമായ നമ്മൾ ദൈവസന്നിധിയിൽ പോയി നമ്മുടെ പകുതി സമയം തന്നെ പാപത്തെക്കുറിച്ച് ഏറ്റുപറയാനും അനുഭവിക്കാനും സമയമെടുക്കും. കർത്താവിന് അങ്ങനെ പാപത്തെക്കുറിച്ച് ഏറ്റുപറയാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിക്കും. കർത്താവിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനോട് എന്ത് ദ്രോഹം ചെയ്തവരോടും കർത്താവ് പൂർണ്ണമായി ക്ഷമിച്ചു. എന്നിട്ട് കാലുകളിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ച എന്താണ്? പിതാവ്, ഇവരാ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക. നമുക്കും അത് കഴിയണം. നമുക്ക് ദോഷം ചെയ്യുന്ന ആളുകളോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം. പക്ഷെ നമുക്ക് ദ്രോഹം ചെയ്യുന്ന ആളുകളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തില്ലെങ്കിൽ ദ്രോഹം ചിന്തിക്കും. നമ്മുടെ മനസ്സിലൊരു പ്രതികാരത്തിൻ്റെതായ ചിന്ത എങ്ങനെയായാലും ആ ചിന്ത വന്നാൽ പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് അർത്ഥമൊന്നുമില്ല. പാപത്തെ പൂർണ്ണമായി ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവിനെ പറ്റി പറയുമ്പോൾ 0 റെസിസ്റ്റൻസ് ചെയ്യാനാണ് കർത്താവിനുണ്ടായത്. 100 വോൾട്ടേജ് കറണ്ട് കടത്തി വിട്ടാൽ ഇങ്ങേപ്പുറത്ത് വരുമ്പോഴും 100 തന്നെ കിട്ടും. നമുക്ക് ഇവിടുന്ന് 100 കടത്തി വിട്ടാൽ ഇവിടെ വരുമ്പോൾ 40-30 കാണും. മറ്റേയൊക്കെ ചൂടായിട്ടും അതൊക്കെ അങ്ങ് പോകും. കാരണം പാവമുണ്ട്, നമുക്ക് ഒരുപാട് റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. 100 കടത്തി വിട്ടാൽ 100 ഇവിടെ കിട്ടിയെങ്കിലേ നമുക്ക് വിജയകരമായി പ്രാർത്ഥിച്ചെന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മുടേതായ ബലഹീനതകൾ ഒരു വശത്ത്, നമ്മുടേതായ മനഃപൂർവ്വ പാവങ്ങൾ വേറൊരു വശത്ത്, നമ്മുടെ ഒമിഷൻസ്, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത്, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ എന്തെല്ലാം പാവങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ വാസ്തവത്തിൽ പ്രാർത്ഥന ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് അച്ചടക്കത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒരുപാട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഒരു നിർവചനം പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ സഹായത്തോടുകൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷകൾക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന നിർവചനം. കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് പിതാവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അപേക്ഷിക്കുന്നതാണ്. അതിനെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ അവസാനം പറയുന്നതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലൊന്നും ആവില്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ നാമത്തിൽ ഒരു അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഓർഡർ അടിച്ചിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് നാമത്തിൽ എന്ന് വെച്ചാൽ ആവുമോ? ആവില്ല. അതൊരു കുറ്റമേ ആവും. അപ്പോൾ കർത്താവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അധികാരം, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ വിശുദ്ധി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്ന അധികാരം മാനിച്ചുകൊണ്ട്, എൻ്റെ സ്വഭാവത്തെ മാനിച്ചുകൊണ്ട്, എൻ്റെ പരിപാടികളെ മാനിച്ചുകൊണ്ട് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച, അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, ആത്മാവിൻ്റെ സഹായം കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ജഡത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നല്ല വാചകങ്ങളാണെങ്കിലും അതിന് ദൈവസന്നിധിയിൽ സ്വീകാര്യതയും മാന്യതയും ഒന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ വിശ്വാസികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല പ്രാർത്ഥനകളും വെറും പ്രഹസനങ്ങൾ മാത്രമാണ്, ദൈവം മാനിക്കുന്നതല്ല.
ദൈവത്തെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. ഗ്രോസറി ലിസ്റ്റ് എഴുതി ദൈവത്തെ വായിച്ച് കേൾപ്പിക്കുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ പറയുന്നതാണോ പ്രാർത്ഥന? അങ്ങനെ പറയുന്നതല്ല പ്രാർത്ഥന. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ ഇഷ്ടം സഫലമാകേണ്ടതിന് ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നൊക്കെ അറിഞ്ഞ് അതിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഭൂമിയിലാകണമെന്ന് പറഞ്ഞാൽ എവിടെയാകണമെന്നാ? എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ദേശത്ത്. അതാണ് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടമാണ്. ഞാനാണ് ഭൂമിയിലുള്ളത്, എൻ്റെ കുടുംബമാണ് ഭൂമിയിലുള്ളത്, എൻ്റെ ഭവനമാണ്, എൻ്റെ സഭയാണ്. അപ്പോൾ സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ സഭയിലും എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും നടക്കണമെന്ന് പറയുമ്പോൾ വലിയ പ്രസ്താവനയാണ് ചെയ്യുന്നത്. കാരണം സ്വർഗത്തിൽ കർത്താവിന്റെ ഹിതത്തെ തടയാനും ചോദ്യം ചെയ്യാനും ആരുമില്ല. അതുപോലെ ദൈവഹിതത്തെ ചോദ്യം ചെയ്യാനോ തടയാനോ ആരുമില്ലാതെ എൻ്റെ ജീവിതത്തിൽ അത് പൂർണ്ണമായി 100% നടപ്പാക്കണം. എന്താഗ്രഹിക്കുന്നോ അത് നടപ്പിക്കണം. ആ ഒരു നിലവാരത്തിലേക്കൊക്കെ നാം വരണം. വന്നിട്ട് വേണം നാം പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഒന്ന് വിശുദ്ധിയാണ്. പ്രാർത്ഥന സഫലമായി തീരുവാനായിട്ട് ഏറ്റവും ആവശ്യമുള്ളത് ഒന്ന് വിശുദ്ധിയാണ്. നമുക്ക് 66-ാം സങ്കീർത്തനത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും വിചാരിച്ചുള്ളൂ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടിയെ മനഃപൂർവ്വം ടീച്ചർ തോൽപ്പിച്ചു, മനഃപൂർവ്വം തോൽപ്പിച്ചെന്നറിയാം, ശരിയായ ഉത്തരവ് എഴുതിയിട്ടും അതിന് 0 മാർക്കിട്ട് കുട്ടിയെ തോൽപ്പിച്ചു. അക്കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ആ ടീച്ചറെ കുറിച്ച് എന്തായിരിക്കും തോന്നുന്നത്? നല്ല ടീച്ചറാണെന്നാരും പറയില്ലല്ലോ. എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണെന്ന് പറയും, എൻ്റെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ടീച്ചറാണെന്ന് പറയും. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു വിരോധവും ഒരു പ്രതികാര ബുദ്ധിയൊക്കെ വരും, ന്യായമാണ്. അപ്പോൾ ഇവിടെ സങ്കീർത്തനം എഴുതിയതായിരിക്കുന്ന ദാവീദ് പറയുന്നത് എന്താണ്? സംഗീത പ്രമാണിക്ക് ഒരു ഗീതമെന്നേ ഉള്ളൂ. മറ്റ് മുൻ സങ്കീർത്തനങ്ങളൊക്കെ ദാവീദായതുകൊണ്ട് ദാവീദ് തന്നെ എഴുതിയെന്ന് വിചാരിക്കാമെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അപ്പം നമുക്കങ്ങനെയുണ്ട്. ദാവീദിന് ശൗലിനോട് ഒരു നീരസം തോന്നിയിരുന്നെങ്കിൽ ശൗലിനെ കൊല്ലണമെന്ന് ദാവീദിന്റെ അനുയായികൾ പലപ്പോഴും പറഞ്ഞു. അതുപോലെ പല നീരസങ്ങൾ നമുക്ക് പലരോടും തോന്നും. ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, നമ്മളെപ്പറ്റി അപവാദം പറയുന്ന ആളുകളുണ്ട്, നമ്മെപ്പറ്റി ദോഷം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പറയാണ്, എനിക്ക് അവരോടൊരു നീരസം തോന്നിയാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പം നീരസം തോന്നാതിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദർ വല്യപ്പൻ എൻ്റെ അപ്പനെ കൊടുത്തതായിരിക്കുന്ന വസ്തുവിൽ 1 ഏക്കർ വസ്തു ഞങ്ങളുടെ അയൽക്കാരൻ്റെ കയ്യിലാണ്. ഞാൻ ആ വസ്തു എപ്പോഴും കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. അപ്പം ഞാൻ പറയാറുണ്ട്, മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ഇത് ഞങ്ങൾ അനുഭവിക്കേണ്ട ഭൂമിയാണ്, ഇപ്പോൾ അവരനുഭവിക്കുകയാണ്. പക്ഷേ ആ ചിന്തയുടെ അവസാനം, കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കുകയില്ല. കർത്താവെ അവരെ നീ അനുഗ്രഹിക്കണമേ, അവർക്ക് അതുകൊണ്ടൊരു കുറവും വരരുത്, അവരുടെ സന്തതികൾക്കൊരു ദോഷവും വരരുത്, ഇത് അവരുടെ പേരിൽ കണക്കിടരുത് എന്നെനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കർത്താവെ ഓർക്കണമേ, അവർ ചെയ്തതിന് പ്രതികാരം ചെയ്യണമേ, എനക്കൊന്നും ഗുണം വരുമില്ലടാ എന്നെൻ്റെ മനസ്സിൽ കൂടെ ഒരു ചിന്ത പോയാൽ പിന്നെ ആ ചിന്തയെ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇന്നതുവരെയും എൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കും. ഒരു പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളുടെ മകൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുകയാണ്, അതെ, നിങ്ങളുടെ അയൽക്കാരൻ ആ കല്യാണം തല്ലിച്ചു കളഞ്ഞു, നിങ്ങളുടെ മകളെക്കുറിച്ച് അപവാദം പറഞ്ഞു, ഒരു സത്യവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം മാറിപ്പോയി. നിങ്ങൾ സന്തോഷിക്കുമോ ദുഃഖിക്കുമോ? ആ അയൽക്കാരനെ കാണുമ്പോൾ നിങ്ങളുടെ മകൾ പിന്നെയും വർഷങ്ങൾ വിവാഹിതയായി നിന്നു. ആ മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വരുന്നത്? ദൈവഹിതമല്ലാതിരുന്ന ആ വിവാഹം തള്ളിക്കളയുവാനായിട്ട് ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് താങ്കൾ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമോ? അതോ എൻ്റെ പെങ്കൊച്ച് വന്ന് നല്ലൊരു കല്യാണം തല്ലിക്കളഞ്ഞ ദുഷ്ടനായ മനുഷ്യനാണ്, നീ അതിൻ്റെ അനുഭവിക്കാതെ പോകില്ലടാ എന്ന് ചിന്തിക്കും. അപ്പോൾ കർത്താവ് വചനം പറയുന്നത് എന്താണ്? അകൃത്യം കരുതി പോയെങ്കിൽ തീർന്നു, പ്രാർത്ഥന തീർന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ പ്രാർത്ഥനകളൊന്നും വിജയിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ അകൃത്യങ്ങൾ നാം കരുതുന്നു. അത് സാഹചര്യങ്ങളുണ്ട്, നമുക്ക് നീതീകരണമൊക്കെ ഉണ്ട്. എന്നെ ഉപദ്രവിച്ച കർത്താവ് എന്നെ ഉപദ്രവിച്ചതാണ്. അവിശ്വാസികളായ മനുഷ്യർ പോലും പ്രതികാരം ചെയ്യാതെ ഈ ലോകത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ മുഖത്ത് സായിപ്പ് ബൂട്ടിട്ട് തൊഴിക്കുകയും ഒരു പല്ലടന്നു പോവുകയും ചെയ്തപ്പോൾ, അങ്ങനെ ചോര ഒലിക്കുമ്പോൾ ഗാന്ധി ചോദിച്ചു, സായിപ്പ് ഷൂവിന്റെ പോളിഷ് വല്ലതും പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ തുടച്ചു തരാമെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടാത്ത മഹാത്മാഗാന്ധിക്ക് അങ്ങനെ പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞത് എന്താ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിച്ചത്. അപ്പൊ ദൈവം തന്നെ മക്കളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അകൃത്യം കരുതിയിരുന്നെങ്കിൽ, ഒരു പ്രതികാര ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ ശത്രുവിന് ദോഷം വരണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ,
പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പലതും കേൾക്കുന്നില്ല. നമ്മൾ ഈ ഭക്തി നടിച്ചു പോകാമെന്നല്ലാതെ നമ്മുടെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. ഭക്തന്മാരല്ല. പ്രാർത്ഥനയുടെ അച്ചടക്കത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് നേരെ അനുഗ്രഹിക്കാനുള്ള കഴിവാണ്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ എന്നൊക്കെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ ചെയ്യാനൊക്കെ വലിയ പ്രയാസമാണ്. അതൊക്കെ ചെയ്യാൻ വലിയ പ്രയാസം. പക്ഷെ അത് ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്. നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ വേറൊരു കാര്യമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അല്ലേ? മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 22 നമുക്ക് വാക്യങ്ങളൊക്കെ അറിയാവുന്ന വാക്യങ്ങളാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് മലയോട് നീങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞത് താൻ പറയാൻ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. എന്ത് യാചിച്ചാലും പ്രാർത്ഥിക്കയിൽ ഒറ്റ കാര്യം മതി, വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ എന്നെ ഈ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് എൻ്റെ പിള്ളേർക്ക് കളിക്കാൻ ഒരു ആനക്കുട്ടിയെ ദൈവം തരണമേ എന്ന് പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ പ്രാർത്ഥനയാണോ? അല്ലെ എനിക്ക് അങ്ങയുടെ വചനം പ്രസംഗിക്കാൻ പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ഒരു മെഴ്സിഡീസ് കാർ കർത്താവെ തരണമേ, എനിക്കൊന്ന് സുഖമായി യാത്ര ചെയ്ത് ഇതിന്റെ വചനം പോയി പ്രസംഗിച്ചിട്ട് വരാനാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയാകാമോ എന്ന് ചോദിക്കാറുണ്ട്. ചിലർക്ക് സാധിക്കുമായിരിക്കും, എനിക്ക് സാധിക്കില്ല. കൊണ്ടുള്ള വണ്ടി തന്നെ വലുതായി പോയി എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി അതിനേക്കാൾ നല്ലൊരെണ്ണം ചോദിക്കുന്നത് എങ്ങനെയാ? നമുക്കിങ്ങനെ സാധിക്കില്ല. അപ്പൊ വിശ്വാസത്തോടെ യാചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എനിക്കത് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് തരും എന്ന് ഞാൻ വിശ്വസിക്കും. ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുള്ള അനേക വിഷയങ്ങൾ ബൈബിളിലുണ്ട്. ആ വിഷയങ്ങളിൽ ഒന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഹിതപ്രകാരമാണ് ഞാൻ ചോദിക്കുന്നത്. നീ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, എൻ്റെ കർത്താവിനെ ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വാസം. എൻ്റെ കർത്താവിന് ഇത് ചെയ്തു തരുവാൻ കഴിയും, അവനതിന് മനസ്സുണ്ട്. അത് ദൈവത്തിനത്തെ ആധാരമാക്കി, അല്ലാതെ എൻ്റെ ഒരു മാനസികമായിരിക്കുന്ന ഒരു തോന്നലല്ല. അതാണ് വിശ്വാസത്തോടുകൂടെ. എനിക്കിത് ആവശ്യമാണ്, ദൈവമഹത്വത്തിന് വേണ്ടി ഇത് ആവശ്യമാണ്, എൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഇതെനിക്ക് ആവശ്യമാണ്. പലപ്പോഴും എൻ്റെ ശബ്ദം മോശമാകും. അപ്പോൾ ഞാൻ വിശ്വാസത്തോടുള്ള കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്നെ ശബ്ദം തിരികെ തരണമേ, കാരണം നീ എന്നെ ഒരു പ്രസംഗി ഉപദേഷ്ടാവുമായി വിളിച്ചിരിക്കുന്നു. ശബ്ദം കൂടാതെ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ എനിക്ക് ശബ്ദം തരണം. എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം ശബ്ദം തരണമെന്ന്. എന്നെ പാടാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം പാടാനുള്ള കൃപ എനിക്ക് തരണം. കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം കാശിൻ്റെ തരണമില്ല, അല്ലെ ഞാനെന്താ കൊടുക്കുന്നത്? കൊടുക്കാനാണ് ദൈവം നമുക്ക് കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം തരണമേ എന്ന്. കൊടുക്കാൻ വേണ്ടി തരണമെന്ന് പറയണം. എൻ്റെ ഭോഗേച്ഛകൾ ചെലവിടേണ്ടതിന് തരണേന്നല്ല. എനിക്കൊരു പുതിയ അത് വാങ്ങാൻ, എനിക്ക് പുതിയ ഇത് വാങ്ങാൻ, എനിക്ക് അത് ചെയ്യാൻ, ഇത് ചെയ്യാൻ കാശ് തരണമെന്ന് ചോദിച്ചാൽ ദൈവം പറയും അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ദൈവമക്കൾക്ക് ഒരുപാട് പേർ കൊടുക്കാനുണ്ട്, ദൈവദാസന്മാരെ സഹായിക്കാനുണ്ട്, കർത്താവിൻ്റെ വേലക്കാരെ സഹായിക്കാനുണ്ട്, ക്യാമ്പുകൾ നടത്താനുണ്ട്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, രോഗികളെ സഹായിക്കാനുണ്ട്. കാശ് തരണേ കർത്താവ് കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നിട്ടുണ്ട്, വാരിക്കോരി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇല്ല കർത്താവ് തന്നത് കൊടുത്തു, ഇനിയും തരണേന്ന് പറയും, അതും തരും. പക്ഷെ തരുന്നത് ഞാൻ എൻ്റെ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനെന്ന് കർത്താവ് പറഞ്ഞു, ഇത് തന്നത് മതി, ഇനി മേലെ എനിക്ക് അറിയില്ല, നീ ദുഷ്ടനാന്ന് പറയും, നീ സ്വാർത്ഥനാന്ന്. അപ്പൊ വിശ്വാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്, ഇത് ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും, ദൈവത്തിന് മനസ്സുണ്ട് എന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യതയുണ്ടായിരുന്നു. വിശ്വാസവീരനാണ് ജോർജ് മുള്ളർ, നമ്മളെല്ലാം പറയാറുണ്ട്. എന്തിനാ ജോർജ് മുള്ളർ വിശ്വാസവീരെന്നും അയാളെ മാത്രം പറയുന്നത്? വേറെ ആർക്കും വിശ്വാസവീരന്മാരാകാൻ ഒക്കില്ല, ഒക്കും. പക്ഷെ അവരല്ല. എന്തുകൊണ്ട്? ജോർജ് മുള്ളർ വിശ്വസിച്ച പോലെ അവർ വിശ്വസിച്ചില്ല. 2000 അനാഥ പിള്ളേരെ എടുത്ത് വളർത്തുന്നതായിരിക്കുന്ന മനുഷ്യന് എല്ലാ പിള്ളേർക്കും യോഗ്യമായ വസ്ത്രം, 3 ജോഡി വസ്ത്രം ഉണ്ടായിരിക്കണം. അത് ജോർജ് മുള്ളറിന്റെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും 3 നേരത്തെ ആഹാരം, ഗുണനിലവാരമുള്ള ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അതിന്റെ പ്രാർത്ഥനയാണ്. അതിന് കാരണമായിട്ട് താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവം പറഞ്ഞു, ഞാൻ അനാഥരുടെയും പിതാവുമാരുടെയും പിതാവാകുന്നു. മക്കൾ അപ്പം ചോദിച്ചാൽ അവർക്ക് കല്ല് കൊടുക്കുമോ? മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് അല്ലെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം കൊടുക്കും. അതാ വാക്യം എഴുതി ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്. അതാ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നേരെ മുന്നിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാ പറയുന്നത്, ഈ 2000 പിള്ളേരുടെ പിതാവ് നീയാ, ഞാനല്ല. ആ കുഞ്ഞുങ്ങൾ അപ്പം ചോദിച്ചാൽ നീ കല്ല് കൊടുക്കൂല. ഇപ്പൊ അവർക്ക് അപ്പമില്ല, കൊടുത്താട്ട് നിന്റെ വാക്കുപ്രകാരം കൊടുക്കാൻ പോകുന്ന അപ്പത്തിനായി സ്തോത്രം, ആമേൻ. അതാണ് വിശ്വാസത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്കും കിട്ടും. പക്ഷെ നമുക്കില്ലല്ലോ. 2000 അനാഥ പിള്ളേർ പോയിട്ട് ഒന്നുപോലും ഇല്ലല്ലോ. ഒന്നിനെ പോലും നമ്മൾ സഹായിക്കുന്നില്ല. ഒരു അനാഥാലയത്തിന് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. കഴിഞ്ഞ 2024 വർഷം അവസാനിക്കാൻ പോവുക. നമ്മുടെയൊക്കെ പേഴ്സണൽ അക്കൗണ്ട്, ചർച്ചിന്റെ അക്കൗണ്ട് നോക്കിക്കേ.
സൽപ്രവൃത്തികൾക്ക് വേണ്ടി എത്ര ശതമാനം ചെലവഴിച്ചു, എത്ര ആളുകൾക്ക് സൽപ്രവൃത്തികൾ ചെയ്തു എന്ന് നോക്കി പിന്നെ ദൈവം തരുമോ? തരുമല്ലോ. ദൈവം അത് തെരേസയ്ക്ക് കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തെരേസ കിട്ടുന്നത് മുഴുവൻ കൊടുക്കും, ഒട്ടും മാറ്റി വെക്കുകയില്ല. നമ്മൾ കൊടുക്കില്ല. ഈ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ വസ്തുത വല്ല യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ചോദിക്കുന്നതല്ലാതെ നമ്മൾ ചോദിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദൈവം ശക്തനാണ്, അതുകൊണ്ട് തരും. ദൈവം വിചാരിച്ചാൽ തരാൻ കഴിയും. നമ്മളങ്ങനെ പറയും, ദൈവം വിചാരിച്ചാൽ തരാം. അത് നമ്മൾ ചിലരൊക്കെ ചെന്ന് അടുത്ത വീട്ടിൽ പറയും, സാറ് വിചാരിച്ചാൽ സഹായിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ. അങ്ങനെ സാറ് സഹായിച്ചില്ലേ അടുത്ത മുറി ചെന്നിട്ട് പറയും, ദൈവം വിചാരിച്ചാൽ സഹായിക്കാൻ കഴിയും. സാറിനെ കൊണ്ട് തന്നില്ല, പക്ഷെ ദൈവം നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാം, നീ തന്നില്ല ഞാൻ അടുത്ത വീട്ടിൽ പോയി ചോദിക്കും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ സഫലതയ്ക്ക് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. വിശ്വാസത്തെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടാനായിട്ട് കഴിയും. എന്നെ ദൈവം പ്രസംഗിക്കാനും വിടുവിക്കാനും വിളിച്ചിട്ടുണ്ട്. എൻ്റെ മരണം വരെ ആ ശുശ്രൂഷ ഞാൻ ചെയ്യേണ്ടതാണ്. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവേഷണം എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 83-ാമത്തെ വയസ്സിൽ പറഞ്ഞു പോകുന്നത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിപ്പോൾ രാത്രി എത്ര ആയാലും ക്ഷീണം എത്ര വന്നാലും കർത്താവിൻ്റെ ഹിതമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് വിശ്വാസത്തോട് ധൈര്യമായിട്ട് ചോദിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്കും അത് കഴിയും പ്രിയമുള്ളവരെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നിങ്ങൾക്ക് താമസിക്കാൻ വീട് ആവശ്യമെങ്കിൽ അതിനുവേണ്ടി, നിങ്ങളുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി, സഭ പണിയപ്പെടാൻ വേണ്ടി, എന്ത് വിഷയമാണ് നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കുക. അത് ദൈവഹിത പ്രകാരമാണെന്നും ആ ദൈവഹിതത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി നിങ്ങളെ തന്നെ അങ്ങ് സമർപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നീ അനുഗ്രഹിച്ചെങ്കിൽ സാധിക്കും, അല്ലാതെ സാധിക്കുകയില്ല. ദൈവം സഹായിച്ചാൽ നല്ലതാ, സഹായിക്കാതിരിക്കുകയില്ല. അത് വിശ്വാസമല്ല. അപ്പോൾ വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:14 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. ദൈവഹിത പ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ എന്നാണ്. ഇവിടെയാണ് നമ്മൾ ഏറെ ആളുകളും പരാജയപ്പെടുന്നത്. ദൈവഹിത പ്രകാരം എന്തെങ്കിലും ചോദിച്ചാൽ എന്നുള്ള ദൈവഹിത പ്രകാരമാണ് എന്ന തോന്നലോടുകൂടെ എന്തെങ്കിലും ചോദിച്ചാൽ എന്നാ നമ്മൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. വിചാരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലാണെന്ന് ഉറപ്പുവരുത്തി ചോദിച്ചാൽ. കാരണം ദൈവഹിത പ്രകാരമാണ്, ദൈവഹിത പ്രകാരം ചോദിക്കണമെന്നാണ്. പിന്നെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ പ്രതീക്ഷ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ കാര്യം? അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തുവാകാം, എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. ദൈവത്തിൻ്റെ ഇഷ്ടം അത് തിരിച്ചറിയുക എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉള്ള പാടുമില്ലേ, എൻ്റെ ഹിതം പോലെ അല്ലേ നിന്റെ ഹിതം പോലെ. എൻ്റെ ഭാഷത്തിൽ അർത്ഥമാക്കിക്കൊണ്ടാണ് പാടുന്നത്, എൻ്റെ ഹിതം പോലെ അല്ലെന്ന്. നമ്മുടെ ഹിതം ദൈവത്തോട് ചോദിച്ചു നമ്മൾ ഈ പാട്ട് പാടിയിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെയില്ല, ദൈവഹിതം ചോദിക്കണം. ചില സന്ദർഭങ്ങളിൽ ദൈവഹിതം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ആഫ്രിക്കയിലെ മിഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ, താനും തൻ്റെ കുടുംബവും, തനിക്ക് 2 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്, താനും തൻ്റെ കുടുംബവും അമേരിക്കയിൽ വന്നു. ഒരു ഫർലോ എന്ന് പറയും, 5 വർഷം മിഷൻ ഫീൽഡ് വർക്ക് ചെയ്ത 1 വർഷത്തേക്ക് അവർക്ക് അവധിയെടുക്കാം. അവരുടെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും വീണ്ടും സെമിനാരി പൂജ ക്ലാസ്സിലെടുക്കുന്നതിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സഭകൾ സന്ദർശിച്ച് അവർക്ക് നന്ദി പറയുന്നതിനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫർലോ എടുക്കുന്നത്. അങ്ങനെ അവരുടെ ഫർലോ തീരുന്നതായിരിക്കുന്ന രാത്രി അവരെ ഒരു സഭയിലെ വൈകിട്ടത്തെ രാത്രി യോഗത്തിൽ പോയി അവരോട് വചനം സംസാരിച്ചു, തൻ്റെ വേലയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ വേലയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കൊരു മകനുണ്ട്, 8-10 വയസ്സുള്ള മകൻ. നടന്ന സംഭവമാണ്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അവനെ ചോദിച്ചു, അവൻ അപ്പനോട് ചോദിച്ചു, ഡാഡി ഇന്ന് രാത്രി എനിക്കൊരു വാക്ക് സാക്ഷ്യം പറയാൻ അവസരത്തിൽ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെന്ന് പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞ് മകന് 10 മിനിറ്റ്. എന്നിട്ട് മകന് പല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആഫ്രിക്കയിൽ ഫ്രണ്ട്സ് ഇല്ല, ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവരില്ല, വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിതം കൊണ്ട് ആത്മാക്കളെ നേടുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആഫ്രിക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് സുവിശേഷം കേൾക്കാതെ. ഇവിടെയൊക്കെ ആത്മാക്കൾ നരകത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനിയും ഇതുപോലെ ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റ് നിങ്ങളോട് പറയാൻ എൻ്റെ ജീവിതത്തിൽ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഭാരത്തോടു കൂടെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി കാറ് ഓടിച്ചു പോകുമ്പോൾ ഹൈവേയിലാണ്. 70-ൽ നിന്ന് 80-ലേക്ക് പോയി, 80-ൽ നിന്ന് 90-ലേക്ക് പോയി, 90-ലേക്ക് 100-ലേക്ക് പോയി. 100 കിലോമീറ്റർ, അവിടെയൊക്കെ 70 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 112 കിലോമീറ്ററോളം സ്പീഡ് വരും. അങ്ങനെ പോയിരുന്നു. ഈ പൈതല് പുറകിലത്തെ സീറ്റ് ചാരിയാണ്ടിരുന്നത്. പെട്ടെന്ന് ഡോറ് തുറന്നു പോയി, ഇവൻ തെറിച്ചങ്ങ് പോയി.
ഈ 110 കിലോമീറ്ററിൽ ഡോർ തുറന്ന് തെറിച്ചു പോയി കഴിഞ്ഞാൽ അവൻ ചെന്ന് റോഡിൽ അടിച്ച് അവൻ്റെ തല പൊട്ടിത്തെറിച്ച് അവനെ മരിച്ചുപോയി. ആ പിതാവ് കൊണ്ട് നിർത്തി പുറകോട്ട് ചെന്ന് ആ ബോഡി എടുത്തു. അന്നേരം മരിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്യൂണറലില് അവൻ്റെ അവസാനത്തെ ആ സാക്ഷ്യം അവർ പ്ലേ ചെയ്തു, ആ പള്ളിയിൽ പറഞ്ഞ വാക്കുകൾ. ഇനിയും ഇത് പറയാൻ എനിക്ക് അവസരം കിട്ടുമോ എന്നറിയില്ല. ആഫ്രിക്കയിലെ ആളുകൾ ധാരാളമായിട്ട് മരിച്ച നരകത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ അവരോട് സുവിശേഷം പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ടേപ്പ് കേട്ടിട്ട് ആ ശവസംസ്കാര ശുശ്രൂഷയിൽ 1 ഡസനിലധികം ആളുകൾ, ധാരാളം ആളുകൾ കർത്താവിൻ്റെ ആഫ്രിക്കയിലെ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു. ആ ടേപ്പ് അമേരിക്കയിലുള്ള ഒരുപാട് പള്ളികളിൽ പ്ലേ ചെയ്തു. അവിടെ നിന്നെല്ലാം ഡസൻ കണക്കിന് ആളുകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ ആ പൈതലിൻ്റെ മരണം ദൈവീക പ്രകാരമായിരുന്നു അല്ലയോ? അവൻ ആരോഗ്യമായി ജീവിച്ചിരുന്ന ഒരു മിഷണറി ആയിരുന്നെങ്കിൽ നേടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അവൻ്റെ മരണം കൊണ്ട് നേടുവാനായിട്ടിടയായി. അപ്പൊ അത് ദൈവഹിതമാണ് എന്ന് അംഗീകരിക്കാൻ ഒരു പിതാവിനും മാതാവിനും കഴിയണം. അതിന്റെ നന്മ കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചോദ്യം, ദൈവമേ നീ എന്നോട് ഇങ്ങനെ എന്താ ചെയ്തതെന്ന്. എന്റെ സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യമുള്ള കൊച്ചാണ്, നീ അവനെ ഇങ്ങനെ കൊന്നത് എന്താണ്? ഇത്ര ദാരുണമായി, ഇത്ര ക്രൂരമായിട്ട് ഞങ്ങളോട് നീ പെരുമാറിയത് എന്താണ്? ഞങ്ങൾ നിന്നെ സേവിക്കുന്നവരല്ലേ ആഫ്രിക്ക? മറിച്ച് കർത്താവ്, ഇതിൽ നിന്നും നീ നിന്റെ നാമം മഹത്വപ്പെടുത്തും, ആത്മാക്കൾ രക്ഷിക്കുവാൻ ഇടയാക്കും. എൻ്റെ പൈതലിന്റെ അവസാന വാക്കുകൾ, സാക്ഷ്യങ്ങൾ അനേകരുടെ ഹൃദയത്തെ സ്പർശിക്കുവാനായിട്ട് ഇടയാകും. അവൻ ജീവിച്ചിരുന്നെങ്കിൽ നേടുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെയും വേലക്കാരെയും തൻ്റെ മരണത്തിൽ തനിക്ക് നേടുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് സ്തോത്രം എന്ന് പറയാനായിട്ട് കഴിയണം. ഈ ദൈവത്തിന്റെ ഹിതം അംഗീകരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ എല്ലാം ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ദൈവഹിതം എന്ന് പറയുന്നത് വളരെ പ്ലസന്റ് ആണ്, വളരെ സുഖമുള്ളതാണ്, വളരെ നല്ലതാണ്, നന്മയുള്ളതാണ്, ധനമുള്ളതാണ്, പണമുള്ളതാണ്, ജോലിയുള്ളതാണ്. ദൈവഹിതം എന്ന് പറയുന്നത് സുന്ദരിയായ പെണ്ണിനെ കിട്ടുന്നതാണ്, സുന്ദരനായ ഹാൻഡസമായിട്ടുള്ള യങ്മാനെ കിട്ടുന്നതാണ് എന്നൊക്കെ നമ്മുടെ ധാരണ. അതൊന്നും അല്ല ദൈവഹിതം എന്ന് പറയുന്നത്. ദൈവഹിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വഴി ദൈവത്തിന് നാമം മഹത്വപ്പെടണം. അത് മഹത്വപ്പെടുമോ ഇല്ലയോ ദൈവം നിശ്ചയിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു മരണമായിരിക്കും, ചിലപ്പോൾ ഒരു പരാജയമായിരിക്കും, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അത് സ്വീകരിക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം. അതാണ് ദൈവഹിത പ്രകാരം എന്ത് യാചിച്ചാലും നമുക്ക് കിട്ടും. ഇതൊക്കെ ഒരു തമാശയായിട്ട് നാം എടുത്ത് ദൈവത്തെ കളിയാക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? യാക്കോബ് പറഞ്ഞു, നിങ്ങളുടെ ഭോഗേച്ഛകളെ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നത്. വ്യഭിചാരികളുമായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്നറിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവഹിത പ്രകാരമായിരിക്കണം. അങ്ങനെ നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. സുസാന വെസ്ലി എന്ന് പറയുന്നതായിരിക്കുന്ന പ്രശസ്തിയായ ഒരു സ്ത്രീയുണ്ട്. ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി മുതലായിരിക്കുന്ന ആളുകളുടെ അമ്മയായിരുന്നു. അവർ ആ ചൈനയിലേക്ക് ഒരു മിഷണറിയായി പോകാനായിട്ട് അവരുടെ ജീവിതത്തെ സമർപ്പിച്ച ഒരു സ്ത്രീയാണ്. വളരെ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിച്ചില്ല. അതിന് പകരം അവരൊരു പാസ്റ്ററെ കൊണ്ട് അവളെ കല്യാണം കഴിച്ചു. അവളുടെ ജീവിതത്തിൽ അവൾ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി വിവാഹം കൂടാതെ ചൈനയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് നീ എന്നെ ഒരു ഭാര്യയായി ഭൂമി വെച്ചു, എന്നെ നീ വിട്ടില്ല, എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് ചോദിച്ചു. അവൾക്ക് എത്ര മക്കളെ? 18 പ്രസവം പ്രസവിച്ച് 11 മക്കളെ 12 മക്കളെ വളർത്തി. അവരെല്ലാവരും മിഷണറിമാരായി ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടി. അവസാനം അവൾക്ക് മനസ്സിലായി, ഞാൻ ചൈനയിലേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. എന്നെ ചൈനയിലേക്ക് വിടാതിരുന്നത് കൊണ്ട് 11 പേരെ 12 പേരെ മിഷണറിമാരായി അയച്ചു, ലക്ഷക്കണക്കിന് ആളുകളെ നേടി. അപ്പോൾ ഒരു സുസാന വെസ്ലിക്ക് നിരാശ വരുത്തിയെങ്കിലേ ദൈവഹിതം അവൾ കൂടെ. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹത്തെ ദൈവം തരാതിരുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവത്തെ പ്രകാരം ചോദിക്ക്, പ്രാർത്ഥിക്ക്, നമുക്ക് കിട്ടും. ഈ പ്രാർത്ഥനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് വലിയ അച്ചടക്കമാണ്. ഞാൻ പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടാകുന്ന അച്ചടക്കം, വിശുദ്ധി ഉണ്ടാകുന്ന അച്ചടക്കം, അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടാകുന്ന അച്ചടക്കം. പൗലോസും കർത്താവും ഒക്കെ എത്ര കണ്ടീഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. 10, 15, 20 കണ്ടീഷൻസ് കൂടുതൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ സമയമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ അച്ചടക്കം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ മക്കളിൽ ഈ അച്ചടക്കം വളർത്തണം. ഭാര്യാഭർത്താക്കന്മാർക്ക് ഈ അച്ചടക്കം ഉണ്ടാകണം. വേദനകൾ വരുമ്പോൾ വേദന മാറ്റി തരണമേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ലേ? രോഗം വരുമ്പോൾ രോഗം മാറ്റി തരണം. ഉപദേശിച്ചല്ലേ പ്രാർത്ഥിക്കുന്ന രോഗം മാറ്റാൻ പറ്റും. നമ്മുടെ സഭയിലെ ആളുകൾ ഗുണയത്തിന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. വേദന സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ, ഈ രോഗ മുഖാന്തരത്തിന് നാം മഹത്വപ്പെടുവാനിടയാകണമേ. അല്പം പോലും വേദന സഹിക്കാൻ ശക്തിയില്ലാത്ത എനിക്ക് ഈ മാരകമായ വേദന സഹിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, സ്തോത്രം പറയാൻ കഴിയും എന്ന് മറ്റു സഹോദരന്മാർ കണ്ട് ബലപ്പെടാൻ, ശക്തിപ്പെടാൻ ഇടയാക്കണമേ. അത് നമ്മൾ പ്രാർത്ഥിക്കില്ലല്ലോ. എന്ത് വന്നാലും സൗഖ്യമാക്കി മാറ്റിത്തരണേ, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നു. മരണത്തെക്കുറിച്ച് മുന്നേ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പോലും കഴിവെങ്കിൽ ഈ പാനപാത്രം നീക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വളരെ ദൈവപ്രകാരമുള്ള പ്രാർത്ഥന അല്ല പലപ്പോഴും.
എനിക്ക് രോഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ വേദന മാറ്റി തരണം, രോഗം മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഈ രോഗം കൊണ്ട് നിന്റെ നാമം മഹത്വപ്പെടണം, ഈ വേദന സഹിക്കാനുള്ള കൃപ നീ എനിക്ക് തരണം, നിനക്കെതിരെ ഒരു വാക്ക് ചിന്തിക്കാനോ പറയാനോ ഈ വേദന എനിക്കിടയാകും. നീ എന്നെ വിളിച്ചതായിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ഈ വേദനയോ നീ രോഗം തടസ്സമായി തീരുന്നത് ഞാൻ പ്രസംഗി ഉപദേഷ്ടാവുമായി വിളിച്ചിരിക്കുന്ന ഞാനൊരു കട്ടിലേക്ക് കയറി കിടന്ന് എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നത്? അതുകൊണ്ട് നീ ഏൽപ്പിച്ച ദൗത്യം മുടങ്ങാതിരിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരുന്നു ചെയ്യും. ഇത് കഠിന വാക്കല്ലേ? നമ്മുടെ മൂല്യമായിട്ടൊന്നും ചേർന്ന് പോയി. അപ്പോ ഒരു സത്യക്രിസ്ത്യാനിയായി ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ പ്രാർത്ഥനയിലെ അച്ചടക്കം നമുക്ക് ആവശ്യം, വിശ്വാസത്തിലെ അച്ചടക്കം നമുക്ക് ആവശ്യം, വിശുദ്ധിയിലെ അച്ചടക്കം നമുക്ക് ആവശ്യം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥന, ദൈവവചന പഠനം ഒക്കെ. അതുപോലെ ദൈവത്തെ ആരാധിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു അച്ചടക്കം നമുക്ക് ആവശ്യം. ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അച്ചടക്കം. ആരാധന എന്ന വാക്ക് ബൈബിൾ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ കുറച്ച്. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി എന്നാണ്. ആരാധന എന്നുള്ളതില്ല. ആരാധന യോഗമെന്നോ അങ്ങനെയുള്ള വാക്കുകളൊന്നും ബൈബിളിലില്ല. ചില അവിടെ 1-2 സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ധാരാളമായിട്ടൊന്നും ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കേണ്ടതാണെന്നോ? അങ്ങനെയല്ല. ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തോത്രം ചെയ്യാനും ഒരുപാട് വാക്യങ്ങളുണ്ട്, ഒരുപാട് വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുന്ന. സാത്താൻ പറഞ്ഞില്ലേ, മത്തായി 4-ലും ലൂക്കോസ് 4-ലും പറഞ്ഞിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. അതെ, ആരാധന എന്ന വാക്കില്ലെന്നല്ല, ഒരുപാട് ഉപയോഗിച്ചിട്ടില്ലാത്ത 139 സങ്കീർത്തനത്തിന്റെ 14 വാക്യം വായിച്ച് സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ മഹത്വപ്പെടുത്തുവീൻ, അവന് സ്തുതി പാടുവീൻ, സ്തോത്രം ചെയ്യുവീൻ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ആരാധനയ്ക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞത്, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ നിന്നെ ആരാധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എന്തിനു വേണ്ടിയാ സ്തോത്രം ചെയ്യുന്നത്? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയവ. അവ എണ്ണി നോക്കിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുക. ആരാധന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ആരാധനയാണ്, ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനെ നിർമ്മിച്ചതിന് സ്തോത്രം, നോക്കിക്ക എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്നു അതിന് വേണ്ടി സ്തോത്രം, എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നു അതിന് വേണ്ടി സ്തോത്രം, എൻ്റെ ചെറി ഇങ്ങനെ കൂടിയിരിക്കുന്നു സ്തോത്രം കർത്താവേ. നമ്മൾ നോക്കി പറയാം, എന്നെ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? ഇങ്ങനല്ലേ ചോദിക്കുന്നത്? ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോഴേ നിനക്ക് എന്നെ കൊന്നുകളയാൻ വയ്യാ പാടില്ല. യോ അങ്ങനെയൊക്കെ ചോദിച്ചു, എൻ്റെ ദുഃഖത്തിലും സങ്കടത്തിലും അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? സങ്കീർത്തനക്കാരൻ തന്നെ അന്ന് കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് അത്ഭുതകരമായി വണ്ടർഫുള്ളി, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ, രഹസ്യത്തിൽ ഞാൻ നിർമ്മിക്കപ്പെട്ടപ്പോൾ, എൻ്റെ മാതാവും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ബന്ധപ്പെട്ടപ്പോൾ, പിതാവിൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും തമ്മിൽ യോജിച്ചപ്പോൾ, ആ ഭ്രൂണം ഉണ്ടായപ്പോൾ, എന്തോ ഒരു അത്ഭുതകരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളുടെ ആരാധ്യത, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ മഹത്വം നമ്മൾ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം കർത്താവേ എന്ന് പറയണം. നമ്മൾ നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും നോക്കിയിട്ട് ദൈവത്തോട് പരാതിയാ പറയുന്നത്, എന്നെ എന്തിനെ ഇങ്ങനെ സൃഷ്ടിച്ചത് അല്ലേ? കണക്ക് പഠിക്കാൻ നമുക്ക് വളരെ മോശമാണ് കർത്താവ്, ഈ മണ്ടനായ എന്നെ എന്തിനാ നീ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എല്ലാ പിള്ളേരും 100 മാർക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ വട്ടപൂജ്യം വാങ്ങിച്ചു നടക്കുക. പരാതി പറയും. ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് മഹത്വം കരയറ്റണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 21 സങ്കീർത്തനത്തിന്റെ 13 വാക്യം വായിച്ച് ഞാൻ 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് മുന്നോട്ട് പോവാം. നിന്റെ ശക്തി, അതേക്കുറിച്ച് ഞങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കും. നിന്റെ ശക്തി ഉയർന്നിരിക്കണമെന്നാണ്, ദൈവത്തിന് ശക്തി ഉണ്ടാകണമെന്നല്ല. ശക്തി ഉയർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ശക്തിയുടെ പ്രകടനം ഉണ്ടാകണം. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് കാണാം. വലിയ ഫെലിസ്ത്യ പട്ടാളം വരുമ്പോൾ, ബാബിലോന്യ പട്ടാളം വരച്ച് കയറി വരുമ്പോൾ, അസീറിയൻ പട്ടാളം വരച്ച് കയറി വരുമ്പോൾ, അപ്പൊ പറയും നിന്റെ കൈയൊന്ന് ഉയർത്തണം, നിന്റെ ശക്തി ഒന്ന് ഉയർത്തും. നമ്മൾക്കും അതൊക്കെ പറയാം. ഇവരൊക്കെ ഉയർന്നു വരും, ക്രിസ്ത്യാനികളെ കൊന്നുപിടിക്കുന്നു, പള്ളികളെ ചുട്ടുകളയുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയേണ്ടത്?
നിന്റെ ശക്തി ഒന്ന് ഉയർത്തുകയാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നതാണ്. ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമല്ല, വലിയ വിഷയമാണ്. അത് ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണോന്ന് ചോദിച്ചാൽ അതിന്റെ ഫലം, അതിന്റെ ഉദ്ദേശമല്ല. ദൈവശക്തിയുടെ പ്രകടനത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ മഹത്വവും അതിന്റെ ഫലം നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ വിജയവും ഒക്കെയാണ്. നമ്മൾ തിരിച്ചിടും. ദൈവശക്തിയുടെ പ്രകടനത്തിന്റെ ഉദ്ദേശം എന്റെ രക്ഷയായിരിക്കണം, അതിന്റെ ഫലം ഞാൻ നിനക്ക് സ്തോത്രം സ്തോത്രം 2 പ്രാവശ്യം. ഫലമായിരിക്കരുത്, ഉദ്ദേശമായിരിക്കണം. നിന്റെ ശക്തിയുടെ പ്രകടനം നിനക്ക് മഹത്വം കരയേറ്റാനുള്ള ഉദ്ദേശം ജീവിതത്തിൽ അത് വേണം. ഇത് കണ്ടിട്ട് ഞാൻ നിന്നെ സ്തുതിക്കണം, നിന്നെ ആരാധിക്കണം, നിന്നെ മഹത്വപ്പെടുത്തണം. അതിന്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കണം. ചെങ്കടൽ വിഭാഗിച്ച് എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ അക്കരെ കടത്താനാണെന്ന് ചോദിച്ചാൽ അല്ല, ഫറവോനിൽ ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. ലോകം മുഴുവനും അറിയണം, ദൈവത്തെ വെല്ലുവിളിച്ച ഫറവോനെ ചെങ്കടൽ മുക്കിക്കളഞ്ഞതായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ വെള്ളം വിഭാഗിച്ചതിന്റെ ഫലം എന്താണ്? ഇസ്രായേൽ മക്കൾ ഉണങ്ങി നിലത്തുന്നകൂടെ അരക്കരയ്ക്ക് കയറി. അതിന്റെ ഫലമാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമ്മുടെ അനുഗ്രഹമാണ്. പക്ഷെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശം ദൈവത്തിന്റെ മഹത്വമാണ്. സകലവും തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. സകലവും തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവം ചെയ്യുന്ന ഏത് കാര്യത്തിന്റെ ലക്ഷ്യം തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാണ്. അത് മുഖാന്തരം മറ്റുള്ളവർ കണ്ടിട്ട് ഈ ദൈവം മഹാനാണ്, വലിയ ദൈവമാണ്, അവനേക്കാൾ വലിയ ദൈവമില്ല, സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ് എന്നുള്ള കാര്യം ഏറ്റു പറയണം. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമൊക്കെ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. ശരി തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ഫലം എന്തായിരിക്കണം? ഉദ്ദേശം എന്തായിരിക്കണം? ദൈവത്തിന് നാമമഹത്വം. നെല്ലിക്ക തിന്നാലും അതിന്റെ ഫലം എന്താ? നമുക്ക് വിറ്റാമിൻ സി കിട്ടും. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താ? ഈ നെല്ലിക്കായ്ക്കകത്ത് വൈറ്റമിൻ സി കൊണ്ടുവച്ച ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ കാണുകയില്ല, മറ്റേതേ കാണത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഇതിലൊക്കെ നമ്മൾ ദർശിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ, ഏത് ചെറിയ കാര്യത്തിലാണെങ്കിലും അതിൽ ദൈവത്തിന്റെ മഹത്വത്തെ നാം ദർശിക്കുകയും മഹത്വം കരയറ്റുകയും വേണം. അതിന്റെ ഫലം നാം അനുഭവിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും തീർച്ചയായിട്ടും. അപ്പം ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ബലവും നാം അനുഭവിക്കണം തീർച്ചയായിട്ടും. എപ്പോഴാ സ്തുതിക്കേണ്ടത്? അല്ലെ ദൈവത്തെ ആരാധിക്കേണ്ടത് എപ്പോഴൊക്കെയാ? എപ്പോഴും ദൈവത്തെ സ്തുതിക്കണമെന്ന് അറിയാവുന്ന നാം എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം എത്ര പ്രാവശ്യം സ്തോത്രമേ എന്ന് ഓരോ ദൈവം ചെയ്ത കാര്യങ്ങളെ ഇങ്ങനെ ഓർത്തോർത്ത് സ്തോത്രം. മഴയ്ക്ക് വേണ്ടി സ്തോത്രം, ഓ വെയിലിന് വേണ്ടി സ്തോത്രം, ഓ ഈ ഫലത്തിന് വേണ്ടി സ്തോത്രം, അല്ലേ? എപ്പോഴും സ്തുതിക്കണമെന്നാണ്. 72-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ദിനംതോറും എന്നാണ്. ദിനംതോറും 71-ാം സങ്കീർത്തനത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്ന, ഇടവിടാതെ. ചിലപ്പോൾ പറയില്ല, അയ്യോ മഴ ഇടതടവില്ലാത്ത മഴയായിരുന്നു, കൊച്ചു തോരാതെ കരച്ചിലായിരുന്നു. എന്നാ അതിനൊക്കെ പറയണം, ഇടവിടാതെ ഇന്ന് സ്തോത്രം ആരാധന. അയ്യോ ഇന്ന് നേരം വെളുത്തപ്പോൾ തുടങ്ങി ഇതുവരെ എൻ്റെ നാവ് ഞാനൊരു സ്വൈരത കൊടുത്തിട്ടില്ല. സ്തോത്രം 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 എന്ന് പറഞ്ഞു എൻ്റെ നാവ് കുഴഞ്ഞു പോയി. മണിക്കൂറുകൾ നമ്മൾ, അല്ലേ സഹോദരിമാർ, വേറെ സൗകര്യം കിട്ടിയ മണിക്കൂർ വിഷയത്തിന് വല്ല ദാരിദ്ര്യം ഉണ്ടോ? ഒരു ദാരിദ്ര്യവും ഇല്ല. ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് കൊച്ചി വന്നിറങ്ങി, എറണാകുളത്ത് വന്നിറങ്ങി സൗകര്യമാർ. അതുപോലെ രാത്രിയും പകലും ഒരുപോലെ വർത്താനം പറഞ്ഞു ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എടീ പറയാനൊന്നും പറയാനൊത്തില്ല, ഈ അടുത്ത പ്രാവശ്യം പറയാം. നമുക്ക് വിഷയദാരിദ്ര്യമൊന്നും സംസാരിക്കാം. പക്ഷെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് വന്ന 1, 2, 3 അല്ലേ? പിന്നല്ലേ സൃഷ്ടിച്ചതിന് സ്തോത്രം, ആഹാരം തന്നതിന് സ്തോത്രം, പിന്നെ ഇനി എന്തുവാ? മക്കളെ തന്നതിന് സ്തോത്രം, പിന്നെ ജോലി തന്നതിന്. 1 മിനിറ്റ് കൊണ്ടെല്ലാം പറഞ്ഞ അവസാനം പിന്നെ ഒറ്റ വാക്ക് നീ ചെയ്ത എല്ലാ നന്മകൾക്കും സ്തോത്രം, ഈ ഒന്നും വിട്ടെന്ന് വേണ്ട, നിനക്ക് തൃപ്തിയായല്ലോ, എല്ലാ നന്മയ്ക്കും സ്തോത്രം. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഇടവിടാതെ സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 119-ാം സങ്കീർത്തനത്തിൽ 164-ാമത്തെ വാക്യം എനിക്ക് ഇഷ്ടമുള്ള വാക്യമാണ്. ഇതെന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. 3-4 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, 7 പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല. എന്താ പറയുന്നത്? 119, 164, 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കും ദിവസം തോറും. നിന്റെ നീതിയുള്ള വിധികൾ, ദൈവം ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചാണ്. ദൈവം ഈ ലോകത്ത് ചെയ്തിട്ടുള്ള വിധികളെയൊക്കെ ഓർത്തിട്ട് ദിവസം 7 പ്രാവശ്യം, അത് 7 പ്രാവശ്യം സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നതല്ല. പ്രാർത്ഥിക്കാനൊരു കുടുംബം സ്തോത്രം 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 എന്ന് പറയുന്നതും അല്ല. നിന്റെ വിധികൾ, ഓരോ ദൈവത്തിന്റെ വിധികളെയും ഓർത്തിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി, നിനക്ക് ആരാധന എന്ന് പറയുന്നു 7 പ്രാവശ്യം. നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മൾ നന്ദിയുള്ള ആളുകളും ആരാധിക്കുന്ന ആളുകളും, നമ്മൾ പ്രാർത്ഥനക്കാരും അല്ല, ആരാധനക്കാരും അല്ല. 35-ാം സങ്കീർത്തനത്തിൽ 28-ാമത്തെ വാക്യം അതിനേക്കാൾ രസമുള്ള വാക്യമാണ്.
ദിവസം തോറുമെന്ന് പറഞ്ഞു 72-ാം സങ്കീർത്തനത്തിൽ. 71-ൽ ഇടവിടാതെന്ന് പറഞ്ഞു. 35-ാമത്തെ സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യം എന്താ പറയുന്നത്? നാളെല്ലാം. എന്തിനെ കുറിച്ചാ? വെറുതെയാന്നോ? അല്ല, വെറുതെ അല്ല. അവിടെ എന്നിട്ട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടില്ലേ? നിന്റെ നീതിയെയും നിന്റെ സ്തുതിയെയും നാളല്ല ഞാൻ വർണ്ണിക്കുമെന്നാണ്. അപ്പൊ ഈ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം വർണ്ണിക്കുന്നത് എങ്ങനെയാ? ഒരു വാക്കിലാണോ? അപ്പൊ ദാവീദ് പറഞ്ഞ വർണ്ണിക്കുമെന്നാ പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ നീതി, ഇസ്രായേൽ മക്കളെ 400 വർഷം ഇസ്രായേലിലായിരുന്നു. അവരാണ്, ജോസഫാണ് അവരെ രക്ഷിച്ചത്, ആ നിലയിലാക്കിയത്. അവിടെ പണിത് ആ ധാന്യശാലകളെല്ലാം ഞങ്ങളുടെ ആളുകളാണ് പണിതത്. അവിടെയുള്ളതായിരിക്കുന്ന ഒരുപാട് ഡാമുകൾ കെട്ടിയത്, എല്ലാം കെട്ടിയത് ഞങ്ങളാണ്. എന്നാൽ ഞങ്ങളെ വെറും കയ്യോടെ പറഞ്ഞയക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ദൈവമേ, നിന്റെ നീതിക്കായി സ്തോത്രം. അയൽപക്കക്കാർ ഞങ്ങൾക്ക് തന്ന സ്വർണത്തിനായി സ്തോത്രം, വെള്ളിക്കായി സ്തോത്രം, ആഭരണങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഇതൂടെ കൊണ്ടുവന്ന് പറഞ്ഞു. നിന്റെ നീതി എത്ര വലിയ നീതിയാണ്. അങ്ങനെ ദൈവം ചെയ്ത ഓരോരോ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തിന്റെ നീതി. ദാനിയേൽ പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വിഗ്രഹത്തെ ആരാധിച്ചു, എന്നെ ആരാധിക്കാനായിട്ട് പണിത് ഈ വാലത്തിൽ അവര് ബാലിന്റെ വിഗ്രഹങ്ങളും അക്ഷരോത്ത് വിഗ്രഹങ്ങളും അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചു. ദൈവമേ, നീ ദൈവാലയം പൊളിച്ചു, നീ അതിനെ ചുട്ടു, അതിനെ ചാമ്പലാക്കി. നിന്റെ നീതിക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ ഈ വിഗ്രഹാരാധന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വിഗ്രഹാരാധന ഭോഷത്വം എന്താന്ന് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് നീ കൊണ്ടുവന്നത്. ചരിത്രം പറയുന്ന ബാബിലോന്യ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കളിൽ ഒരാൾ പോലും ഇതുവരെയും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല. കാരണം ബാബേൽ അവർ ചെന്നിട്ട് വിഗ്രഹാരാധനയുടെ ഭോഷത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ വിഗ്രഹങ്ങൾക്കൊന്നിനും അവരെ രക്ഷിക്കാനും കഴിഞ്ഞില്ല, പേർഷ്യക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല, ഒന്നിനും കഴിഞ്ഞിട്ടില്ല. പുല്ല് തീറ്റിച്ചു നെബൂഖദ്നേസറിനെ. എന്നിട്ട് പറയാണ്, നിന്റെ നീതിക്കായി നിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം. അങ്ങനെ ദൈവം ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളിലും നമ്മൾ ദൈവത്തിന്റെ നീതിയെ കാണും. അതോർത്തോ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ദൈവത്തിന്റെ നീതിയുടെ ഒരു നിവൃത്തി അതിലുണ്ട്. തോർത്തോ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാനുള്ളത് അതാണ്. ദൈവം, അവന്റെ ഹിതം, അവന്റെ നീതി, അവന്റെ നടത്തിപ്പ്, അവന്റെ ന്യായങ്ങൾ. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് നമ്മൾ പറയണം നമ്മുടെ ജീവിതത്തിൽ. ആ നീതി ചിലപ്പോൾ ഒരു പരാജയമായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമായിരിക്കും, ചിലപ്പോൾ മക്കളുടെ മരണമായിരിക്കും, ചിലപ്പോൾ മാരകമായ ഒരു രോഗമായിരിക്കും. ദൈവം നീതി നടത്തുന്ന വിധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ദൈവത്തിന്റെ നീതികൾ, ദൈവത്തിന്റെ ന്യായങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ഓരോന്നോർത്തോർത്ത് സ്തോത്രം കർത്താവേ സ്തോത്രം. നീ എന്നെ അങ്ങനെ പഠിപ്പിച്ചു ഇല്ലേ, നീ എന്നെ പാഠം പഠിപ്പിച്ചു, നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം. നീ പഠിപ്പിച്ചായിരുന്നു ഞാനത് പഠിക്കുകയില്ല. നെബൂഖദ്നേസറിനെ പുല്ല് തിരിച്ചു, സ്തോത്രം. അതുപോലെ അനേകരെ പുല്ല് തിരിച്ചിട്ടുണ്ട്, സ്തോത്രം. നമ്മളെയും പുല്ല് തിരിക്കുക. കാരണം ചില സമയത്ത് നമ്മൾ പറയും, എൻ്റെ മഹത്വത്തിന് വേണ്ടി, എൻ്റെ പ്രതാപത്താൽ ഞാൻ പണിതായിരിക്കുന്ന മഹതിയ ബാബിലോൺ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ നിന്നെ പുല്ല് തീറ്റിക്കപ്പെടാന്ന് പറഞ്ഞു. അവരടിച്ചോണ്ട് വനത്തിൽ കൊണ്ടുവിട്ടു. ബോവനർഗസ് പറഞ്ഞ ഒരു മാനസിക രോഗമുണ്ട്. ആ രോഗം വരുന്ന ആളുകൾ അവരെ തന്നെ എന്തെങ്കിലുമായിട്ട് ചിന്തിക്കും. കാളയാന്ന് ചിന്തിക്കുന്നവർ 4 കാലം നടന്നിട്ട് പുല്ല് തിന്നാത്രം കാളയെ പോലെ. കുരങ്ങാന്ന് വിചാരിക്കുന്നവർ കുരങ്ങിനെ പോലെ മരത്തിലൊക്കെ കയറി എന്ന് പറഞ്ഞ് ഇലയൊക്കെ പറിച്ച് തിന്ന് ഇങ്ങനെ ജീവിക്കും. നെബൂഖദ്നേസർ ചിന്തിച്ചത്, അവന് വരുത്തിയത് കാളയെ പോലെ പുല്ല് തിറ്റുമെന്നാണ്. അവനൊരു കാളയാന്ന് വിചാരിച്ച് 4 കാലിലൊക്കെ നടന്നു, മുടിയൊക്കെ അങ്ങ് വളർന്നു, നഖമൊക്കെ അങ്ങോട്ട് വളർന്നു, പുല്ലുമൊക്കെ തിന്നു ജീവിച്ചു. അവസാനം ദൈവം സുബോധം കൊടുത്തപ്പോൾ അവൻ ആദ്യം പറഞ്ഞത്, സ്വർഗത്തിലൊരു ദൈവം ഉണ്ടെന്നും സകല രാജ്യങ്ങളെ അവനാ ഭരിക്കുന്നതെന്നും അവനിഷ്ടമുള്ളവരെ രാജാക്കന്മാരാക്കുന്നതെന്നും അവനിഷ്ടമുള്ളവരെ പുല്ല് തീറ്റിക്കുമെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. സ്തോത്രം. 7 കൊല്ലത്തെ എൻ്റെ പുല്ല് തീറ്റിക്കായിട്ട് സ്തോത്രം. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പുല്ല് തീറ്റിക്കുകയൊക്കെ ചെയ്യും. തുല്യ തീറ്റിക്കുന്നുള്ളല്ലോ എന്നുള്ളതാണ്, കല്ല് തീറ്റിക്കുന്നില്ലല്ലോ കർത്താവേ. കാരണം അത്ര ഭയങ്കരന്മാരാണ് നമ്മളെ. അപ്പോ ദൈവത്തിന്റെ ന്യായവിധികൾ നിമിത്തം, നീതികൾ നിമിത്തം ദിവസം മുഴുവനും ദൈവത്തിന് നന്ദി. 119-ാം സങ്കീർത്തനത്തിന്റെ 164-ാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. ഇനി 62-ാമത്തെ വാക്യത്തില് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദിനെ നോക്കുക. അന്നത്തെ കാലത്ത് അലാറം ഉണ്ടായിരുന്നില്ല, അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ഒരു ചെറിയ പാത്രത്തിൽ ചെറു തിരിയിടും, അത് കത്തിച്ച് അവിടെ എവിടെയും വെക്കും. എന്നിട്ട് പറയും, അർദ്ധരാത്രിക്ക് എഴുന്നേക്കും. എന്തിനാ എഴുന്നേക്കുന്നത്? വെള്ളം കുടിക്കാനാണോ, മൂത്രം ഒഴിക്കാനാണോ? അതൊക്കെ ചെയ്തു കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്തിനാ എഴുന്നേറ്റത്? നിന്റെ നീതിയുള്ള ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ ദൈവം ചെയ്ത ദൈവത്തിന്റെ ഓരോരോ നീതി പ്രവർത്തികൾ. ആടിനെ തീറ്റി നടന്നതായിരിക്കുന്ന ദാവീദിനെ പിടിച്ച് സിംഹാസനത്തിരിക്കുന്ന ദൈവത്തിന്റെ നീതി. ശൗൽ ഓടിച്ചോണ്ട് നടന്ന് കൊല്ലാനായിട്ട്, എന്നിട്ട് അവസാനം
ദൈവത്തിന്റെ രാജാവായിട്ട് ദൈവം അവനെ അവരോഹണം ചെയ്തു. തന്റെ സ്വന്തം മകൻ അബ്ശാലോം കൊല്ലാനായിട്ട് ഓടിച്ചുകൊണ്ട് നടന്നു. എന്ന് സാധിച്ചോ? ഇല്ല. ഓരോരോ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ നീതികൾ. അവിഹിതമായി ജനിപ്പിച്ച കുഞ്ഞിനെ ദൈവം കൊന്നുകളഞ്ഞു. ദൈവത്തിന്റെ നീതിക്കായി സ്തോത്രം. അർദ്ധരാത്രിക്ക് എഴുന്നേക്കുന്നത് നല്ലതാണ്. എഴുന്നേറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചൊക്കെ അല്പം ചിന്തിച്ചിട്ട് കിടന്നുറങ്ങിയാൽ നല്ലതാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേകത, എഴുന്നേറ്റ് ഉണർന്നാൽ പിന്നെ ഉറങ്ങില്ല. ചിലപ്പോൾ 1 മണിക്ക് ഉണരും, ചിലപ്പോൾ 11 മണിക്ക് ഉണരും, പിന്നെ ഉറങ്ങില്ല. പിന്നെ 4 മണിക്കോ 5 മണിക്കോ ഒന്ന് കിടന്നെങ്കിലായി. ഒരു ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. എന്തൊരു സുഖമാണെന്നറിയാം. 5-6 മണിക്കൂർ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര സുഖമാണ്. അപ്പോൾ അങ്ങനെ ഉറക്കം കെടുത്തുന്നതിനൊന്നും ദൈവത്തോട് എനിക്ക് പരാതിയില്ല. ഉറങ്ങിയെങ്കിൽ നന്നായിരുന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം പകലൊക്കെ ഇങ്ങനെ ഒരു ഉറക്കം നോക്കിയൊക്കെ നടക്കും. ഉറങ്ങാതിരുന്നാൽ എങ്ങനെയാ? 2 മണിക്കൂറൊക്കെ ഉറങ്ങി കാണും. കാരണം മനഃപൂർവ്വം അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയില്ലെങ്കിൽ ഞാൻ നിന്നെ ഉറക്കാതിരുന്നേപ്പിച്ച് ദൈവത്തെ സ്തുതിക്കും. അതാ ദൈവം പറയുന്നത്. നീ മനഃപൂർവ്വം എഴുന്നേൽക്കില്ലല്ലോ. അങ്ങനെ നീ എഴുന്നേറ്റപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രം ഒഴിച്ച് നീ വന്ന് വീണ്ടും കിടന്ന് പതുപ്പം പതിച്ചിടന്ന് ഉറങ്ങുകയില്ലോ. എന്നാൽ പലപ്പേരും പോയി ദൈവത്തെ സ്തുതിച്ച് ഒന്നെടുക്കാന്ന് പറയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നിന്റെ ഉറക്കം എടുത്ത് കളഞ്ഞിട്ട് നിന്നെ രാത്രി മുഴുവൻ കുത്തിയിരുത്തി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പറയും. ദൈവം അവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ നീതിയുള്ള പ്രവൃത്തികൾ നിമിത്തം ദൈവത്തെ സ്തുതിക്കാം. ഇതൊരു അച്ചടക്കമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ അച്ചടക്കമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ ഒരു അച്ചടക്കം. അങ്ങനെയാണ് പ്രാർത്ഥനാ വീരന്മാരായ ആളുകൾ. മെൻ ഓഫ് പ്രയർ, മാൻ ഓഫ് ദ വേർഡ്, വചനത്തിന്റെ മനുഷ്യൻ. ഹീ ഈസ് എ മാൻ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ മനുഷ്യൻ. അങ്ങനെ പ്രാർത്ഥനാ വീരന്മാരൊന്നും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിന്റെയും സഭയുടെയും ഒക്കെ ദോഷം അതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരില്ല. ദൈവം അനുഗ്രഹിക്കണം എന്ന് വെച്ചാലും പ്രാർത്ഥിക്കുന്ന ഒരാൾ വേണ്ടേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടല്ലേ ദൈവം അനുഗ്രഹം തരുന്നത്. ചോദിക്കാൻ ആളില്ലല്ലോ. എല്ലാവരും ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, സുഖമായ ഉറക്കം തരണമെന്ന്. പോത്തിനെ പോലെ കിടന്നു. പോരാ സഹോദരന്മാര്, പോരാ. 146 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിലെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ജീവനുള്ള കാലത്തോളം, എൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതൊരു ഭയങ്കര തീരുമാനമല്ലേ? നമ്മൾ പറയും, എൻ്റെ മൂക്ക് ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും, പകരം ചോദിക്കും. ഞാൻ ഇന്നത്തെ യോനാച്ചൻ്റെ മോനാന്ന് നിന്നോട് പകരം ചോദിച്ചിരിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്ങനെ? എൻ്റെ മൂക്കിൽ ഒരു ശകല ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ സ്തോത്രം പറയും, ഞാൻ സ്തുതിക്കും, പിന്നെ ന്യായവിധികളെ കുറിച്ച് ഞാൻ സംസാരിക്കും. അപ്പൊ അത് നമ്മുടെ ഒരു ശീലമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ കാള പോലെ കിടന്നുറങ്ങാതെ രാത്രി 1-2 പ്രാവശ്യം എഴുന്നേറ്റ് നിന്നെ സ്തുതിച്ചിട്ട് കിടന്നുറങ്ങാൻ സഹായിക്കണേ. ജീവിതം എന്തോ ഒരു മാറ്റം വന്നില്ലെന്നറിയാം. നമ്മൾ ഈ ഭക്തിയുടെ മാർഗങ്ങളൊന്നും നമുക്കറിയില്ല. ബൈബിളൊക്കെ ഭക്തന്മാർ ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ചത്. നമ്മളതൊക്കെ വായിച്ച് വല്ല പ്രബോധനമൊക്കെ പറയും, കൊച്ചു പ്രബോധനമൊക്കെ പറയും. എന്നിട്ട് പറയും നല്ല പ്രബോധനമായിരുന്നു. വേറെ പ്രബോധനം നല്ലതായിരുന്നു, നടപ്പാക്കാൻ പ്രയാസമാകത്തേ ഉള്ളൂ. ദൈവത്തിന് അറിയാമല്ലോ നമ്മൾ മനുഷ്യരാണ്, സാരമില്ല. അങ്ങനെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ശരിയാവില്ല സഹോദരന്മാരെ, ശരിയാവില്ല. അപ്പൊ ഈ അച്ചടക്കം, ഒരുപാട് വിഷയങ്ങളിൽ ഈ അച്ചടക്കം ആവശ്യമാണ്. പ്രാർത്ഥനയിൽ അച്ചടക്കത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായി ചിന്തിച്ചത്. നമുക്കതുണ്ടാകട്ടെ. ഒരാൾ പറഞ്ഞു, ഇഫ് ലൈഫ് ഈസ് എ ജോക്ക് then you laugh at it. ജീവിതം ഒരു തമാശയാണെങ്കിൽ തമാശ ഓർത്ത് ചിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇഫ് ലൈഫ് ഈസ് എ ജോയ് then you smile at it. ജീവിതം സന്തോഷമാണെങ്കിൽ അതിനെ നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുക. നമുക്ക് ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കാനിടയാകണമെങ്കിൽ ജീവിതത്തെ ഒരു സന്തോഷമായി കാണും. ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും ഒരു സന്തോഷമായിട്ട് തന്നെ കാണണം. എങ്കിലേ നമുക്കതിനെ നോക്കി ചിരിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.